ഞാൻ പന്നൂരാണ്. നമ്മുടെ CTC ലീഡർ ഉമർ ഉസ്താദിന്റെ നാട്ടിലാണ്. ഉമർ ഉസ്താദിൽ നിന്ന് ഈ ഒരു ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുകയും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം വന്നപ്പോഴാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രൊഫഷണലി ജേർണലിസ്റ്റ് ആയിരുന്നു. കേരളത്തിലുള്ള ഇന്ത്യ വിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ മീഡിയകളിലും വർക്ക് ചെയ്യുകയും ന്യൂസ് 18 അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു വർഷത്തോളം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. അവിടുന്ന് പിന്നെ ആ ജോലി മാറ്റിവെച്ചു. അതേപോലെ 24 മാതൃഭൂമിയിലും അതുപോലെ ഏഷ്യാനെറ്റ്, മനോരമ എല്ലാ ചാനലുകളും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് പാർട്ട് ടൈം ആയിട്ട് അതൊക്കെ ഒരുമിച്ച് ചെയ്തു പോകുന്നതായിരുന്നു. ഈ സമയത്താണ് ഈ ജോലി ഉപേക്ഷിച്ച് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഒരുപാട് തവണ ഞാൻ പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് തന്നെ പറയലും വീണ്ടും ഓർമ്മപ്പെടുത്തലൊക്കെ തന്നെയാണല്ലോ ഈ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വർഷങ്ങളായിട്ട് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിൾ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹൈ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള നെഞ്ചരിച്ചിൽ പോലത്തെ പ്രശ്നങ്ങൾ. പ്രധാനപ്പെട്ട ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അവിടുന്ന് ഉമർ ഉസ്താദിന്റെ ഈ വാക്ക് കേട്ട് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ച സമയത്ത് എനിക്കുണ്ടായ മാറ്റം അത് വല്ലാതെ ചിന്തിക്കാൻ കാരണമായി. ഈ പ്രൊഡക്റ്റുകൾക്ക് ഇത്രയും റിസൾട്ട്, ഗുണങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ പോലെ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതൊന്ന് എത്തിക്കാലോ എന്ന് ചിന്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തത്. അങ്ങനെ വർഷങ്ങളോളം നോമ്പ് നോൽക്കാതിരുന്ന എനിക്ക് ഈ കഴിഞ്ഞ 3 വർഷവും കൃത്യമായിട്ട് നോമ്പ് നോൽക്കാൻ പറ്റി. മാത്രമല്ല ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാവുന്ന ഒരവസ്ഥയിലേക്ക്. അതോടൊപ്പം എനിക്കുണ്ടായ റിസൾട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുകയും ഉപയോഗിക്കുകയും വലിയ രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ 6 മാസം വരെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കാറുള്ളതെങ്കിലും ചില ആളുകളൊക്കെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ പ്രൊഡക്റ്റ് ഉപയോഗം നിർത്തി, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ റാഹത്താണ്, ഒക്കെ സെറ്റാണ് എന്ന് പറയുന്ന അവസരം. ഇന്നലെയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. മൈഗ്രെയിൻ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് ഏകദേശം ഒരു മാസം ആവാറായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇന്നലെ ഒന്ന് നേരിൽ കണ്ടപ്പോ പറഞ്ഞു നല്ല മാറ്റമുണ്ട്, കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും വേണ്ട, ഒരു 3 മാസത്തേക്ക് കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം, അപ്പോഴാണ് പൂർണ്ണമായ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലുള്ള വലിയ വലിയ റിസൾട്ടുകൾ കിട്ടിയപ്പോ ഇത് എന്താണ്, എങ്ങനെയാണ് ഒന്ന് കൃത്യമായിട്ട് പഠിക്കണം എന്ന് തീരുമാനിച്ചു. മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലീഡേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഈ അവർക്ക് മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഇപ്പോ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഇത് ഒരു ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ ലൈഫ് ടൈം ആയിട്ട് ചെയ്യണമെന്ന് കുറച്ച് തീരുമാനം എടുത്തിട്ടാണ് ഞാനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മാക്സിമം കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ നോട്ട് ചെയ്യുകയും അത് പരമാവധി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയുടെ മഹത്വം എന്ത് എന്നത് എല്ലാവർക്കും കൃത്യമായി അറിയാം. എന്നാലും ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഒരുപക്ഷെ ഗുണം ചെയ്യും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നും നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നും ഇത് ചെയ്താലുണ്ടാകുന്ന മഹത്വം എന്താണെന്നും ചെറിയ രീതിയിൽ നിങ്ങളെ ഒന്ന് ഉണർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ ഇന്നത്തെ പുതിയ കാലത്ത്, ഈ ഒരു പുതിയ സാമ്പത്തിക വ്യവസ്ഥയുടെ കാലത്ത് നമുക്ക് ഏവർക്കും വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പോ പണപ്പെരുപ്പം കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. വലിയ രീതിയിലുള്ള ഒരു ക്രൈസിസിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു വരുമാനം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥ. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു അധിക വരുമാനം ഏവരും ആഗ്രഹിക്കുന്നുണ്ട്.
എന്നാൽ പലർക്കും അതിന് കഴിയുന്നില്ല. എങ്ങനെ ചെയ്യും? നിലവിലുള്ള ജോലി രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകിട്ട് 6-7 മണി വരെ ജോലിയാണ്. അതിനിടക്ക് എങ്ങനെയാണ് മറ്റൊരു അധിക വരുമാനം ഉണ്ടാക്കുക? അതൊന്നും ഒരിക്കലും പ്രായോഗികമല്ല. എന്നൊരു സാഹചര്യത്തിൽ പല ആളുകൾക്കും അതിന് കഴിയുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു അധിക വരുമാനം കണ്ടെത്തുക എന്നത് പല ആളുകൾക്കും ടാസ്ക് ആണ്, റിസ്ക് ആണ്. ഈ സമയത്ത് നിലവിലുള്ള ജോലിയെയോ ബിസിനസ്സിനെയോ നമ്മുടെ ജീവിത രീതിയെയോ ഒന്നും ബാധിക്കാതെ ആ രീതിയിൽ ഒരു ചെറിയ വരുമാനം എങ്ങനെ നേടിയെടുക്കാം എന്നാണ് ആളുകൾ ആലോചിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ സാമ്പത്തിക അവസ്ഥ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക മേഖലയിൽ. എന്നാൽ ഈ സമയത്ത് തന്നെ തൊഴിലില്ലായ്മയും ജീവിത ചെലവുകളും കുതിച്ചു വരികയാണ്. വരുമാനത്തിലാണെങ്കിൽ യാതൊരു മാറ്റവുമില്ല. അതായത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എന്താണോ അത് തന്നെയാണുള്ളത്. എന്നാൽ ഓരോ ദിവസവും ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ സർവീസിനും വലിയ രീതിയിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പ്രൊഫഷണൽ കോളേജുകളുണ്ട്. ഓരോ വർഷവും ഓരോ സ്ഥാപനത്തിൽ നിന്നും 100 കണക്കിന് വിദ്യാർത്ഥികൾ പാസിംഗ് ഔട്ട് ആവുന്നുണ്ട്. അതായത് ഡോക്ടേഴ്സ് ആയിട്ടും എഞ്ചിനീയേഴ്സ് ആയിട്ടും വലിയ വലിയ പ്രൊഫഷണലുകളുള്ള വിദ്യാർത്ഥികൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് എന്ന് തന്നെ പറയാം, ഓരോ വർഷവും പാസ് ഔട്ട് ആവുന്നുണ്ട്. ഇവർക്കൊക്കെ ലഭിക്കാൻ പറ്റിയ ഒരു ജോലിയും ഇന്ന് നാട്ടിൽ നിലവിലില്ല. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മറ്റെന്ത് ഹൈ ക്വാളിഫൈഡ് ആയിക്കോട്ടെ, ബിരുദധാരികളായിട്ടുള്ള ആളുകൾ പോലും വളരെ താഴെ തട്ടിലുള്ള ലോ ക്ലാസ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പല ജോലികളും, അതായത് ഡെലിവറി ജോലി പോലും ചെയ്യുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. കാരണം വേറെ ഒരു വരുമാനവും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. അവർ പഠിച്ച മേഖലയിൽ നിന്ന് ഒരു വരുമാനം കിട്ടാൻ വലിയ പ്രയാസമാണ് ആ ഒരു പ്രൊഫഷനിൽ നിന്ന്. ഈ സമയത്ത് ശമ്പളം കൃത്യമായി ലഭിക്കുന്ന ആളുകൾക്ക് പണം ഒന്നിനും തികയാത്ത അവസ്ഥയാണ്. ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം മുടങ്ങാതെ കിട്ടുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം കൊണ്ട് മതിയാവുന്നില്ല. നമുക്കറിയാം, വിലക്കയറ്റം വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോൾ തന്നെ ഈ ശമ്പളത്തിന് കിട്ടുന്ന കാശിന്റെ മൂല്യം കുറഞ്ഞു പോവുകയാണ്. അതായത് നമുക്ക് 10,000 അല്ലെങ്കിൽ 25,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഇപ്പൊ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വില വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ കാശിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിന്റെ മൂല്യം കുറഞ്ഞു പോവുകയാണ്. ഇതാണ് ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നത്. കുട്ടികളുടെ പഠനത്തിനുള്ള ചെലവുകൾ വർദ്ധിക്കുകയാണ് ഓരോ വർഷവും. നമ്മൾ പ്രൈവറ്റ് സെക്ടറിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഓരോ വർഷവും അതോടൊപ്പം യൂണിഫോം പോലത്തത്, പിന്നെ മറ്റു ആക്ടിവിറ്റീസിന്, ഇതിനൊക്കെയുള്ള ചെലവുകൾ വർദ്ധിക്കുകയാണ്. ഈ വീട്ടു വാടക കൊടുക്കുന്ന ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ വാഹനങ്ങളുടെ അടവ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവിടെ ബാക്കിയാവുന്നില്ല. ഇതിനിടക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അമിത ചെലവ് വരിക, അടുത്ത ബന്ധുവിന്റെ വിവാഹം, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ വീട് കൂടല്, അതല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സാ രീതിയിലുള്ള ഒരു ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു അധിക ചെലവ് കൂടെ ആ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് സാലറി ലഭിക്കുന്ന ആളുകളുടെ ജീവിതം ആകെ താറുമാറാവുകയാണ്. അപ്പൊ ഇവിടെ ഒരു വരുമാനം മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വലിയ ആഘാതമാണ് ഏൽപ്പിക്കുക. അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല. ബട്ട് നമ്മൾ പറയില്ല, പകച്ചു പോവുകയാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നത്തിൽ അവര് പകച്ചു പോകുന്നു. അപ്പൊ നമുക്കറിയാം, അത്തരം ആളുകൾക്ക് പിന്നെ ആശ്രയിക്കാവുന്നത് ലോണ്, ബാങ്ക് കാര്യങ്ങളാണ്. ഇത്തരം ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഓരോ മാസത്തിലും ബാധ്യത കൂടുകയാണ്. അപ്പൊ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ആളുകൾ പല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഒരു സാധാരണ ശമ്പളത്തിൽ കഴിയുന്ന ഒരു കുടുംബം എപ്പോഴും ഈ രീതിയിലുള്ള ബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കഴിയുന്നത്. ലോൺ ഉണ്ടാവും, ആ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശമ്പളം കിട്ടിയത് എതിലെ പോയി എന്ന് പോലും അറിയൂല. എപ്പോഴും അവർ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിലേക്കാണ് പോവുക. കാരണം നമുക്ക് ശമ്പളം ഇത്ര കിട്ടാനുണ്ട്, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇത്ര കൊടുക്കണം, ഇവിടെ ഇത്ര കൊടുക്കണം, ഇതിന് ഇത്ര അടക്കണം, പിന്നെ ഒന്നുമില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ
കയ്യിലായിട്ട് ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ പറയുമ്പോൾ റോളിങ് നടത്തേണ്ടി വരും. ഈ ഒന്നിലധികം വരുമാനം കിട്ടുന്ന ആളുകളാണെങ്കിലോ ഇതൊന്നും അവർക്ക് പ്രശ്നമാവില്ല. അവർക്ക് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു വഴിയിൽ അല്ലെങ്കിൽ വേറൊരു വഴിയിൽ അവർക്ക് വരുമാനം ഉണ്ടാവുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ അവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും. ഇതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഒരു അധിക വരുമാനത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ഈ സമയത്ത് നിലവിലുള്ള ജോലിയെയോ പഠനത്തെയോ ഒന്നും ബാധിക്കാതെ, ബിസിനസ്സിനെ ഒന്നും ബാധിക്കാതെ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ട്രഡീഷണൽ ബിസിനസ് നമുക്കറിയാം, ലാഭത്തിന്റെ ഭൂരിഭാഗവും പോകുന്നത് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. ഒരു 60 മുതൽ 65% വരെ അങ്ങനെ പോകുന്നതാണ്. അവിടെ ഉൽപാദകരിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കുന്ന സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഗ്ലോബലി തന്നെ വലിയ സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ് രീതിയാണ്. 100-ലധികം രാജ്യങ്ങളിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാന്, ചൈന, മലേഷ്യ തുടങ്ങിയ വലിയ വികസിത രാജ്യങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ട് പലരും കാണുന്നത് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനെയാണ്. നമ്മളിവിടെ പാർട്ട് ടൈം എന്നോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അധിക വരുമാനം എന്നൊക്കെ പറയുന്ന സമയത്ത് പല രാജ്യങ്ങളിലും ഇതൊരു മുഖ്യ വരുമാനമായിട്ട് കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്. അവരൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ, അതായത് ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ഇവിടെ വലിയ വളർച്ച ആ രാജ്യങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ചിലര് വിജയിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചെറിയ മുതൽ മുടക്കിൽ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ കഴിയും. അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ ഓഫീസോ ജീവനക്കാരോ നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഈ പരിപാടികളൊക്കെ, ഇതിന് വേണ്ട എല്ലാ ഒഫീഷ്യൽ വർക്കുകളും എല്ലാ കാര്യങ്ങളും ഏത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ആ കമ്പനി നോക്കിക്കോളും. കമ്പനിക്ക് അതിൻ്റെതായ ഓഫീസും സ്റ്റാഫും സിസ്റ്റവും ഒക്കെ ഉണ്ടാവും. ജോയിൻ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ സമയം പോലെ വീട്ടിലിരുന്ന് പോലും നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇന്ത്യയിൽ ഈ ബിസിനസ്സിലുള്ള സാധ്യത എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം, 140 കോടിയിലേറെ ജനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇത് തന്നെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ സാധ്യത. നമ്മൾ സീ മോർ പീപ്പിൾ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ ആളുകളെ കാണാൻ വേണ്ടേ? അപ്പം ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നത് ഡയറക്റ്റ് സെല്ലിംഗ് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ്. ഭൂരിഭാഗം യുവാക്കളും തൊഴിൽ അന്വേഷിക്കുന്നവരോ ഒരു അധിക വരുമാനം പ്രതീക്ഷിക്കുന്നവരോ ആണ്. കാരണം ഓരോ വർഷവും പാസ് ഔട്ട് ആവുന്ന ആളുകൾക്ക് ഒരു തൊഴിലും ഇവിടെ ലഭിക്കുന്നില്ല. ഈ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകളിലേക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ആശയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഏറ്റെടുക്കും. ഇന്ത്യയിൽ ഈ ബിസിനസിന്റെ വളർച്ചയുടെ ആദ്യ ഘട്ടമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിൽ ഇങ്ങനെ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. ഒരു വരുന്ന വർഷങ്ങളിൽ, ഒരു കുറഞ്ഞ ഒരു 5 വർഷം കൊണ്ടൊക്കെ തന്നെ ഇത് ഇന്ത്യ രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. മറ്റു അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിപ്ലവത്തെക്കാൾ അപ്പുറം ഇന്ത്യ രാജ്യത്ത് സാധ്യതയുണ്ട്. കാരണം പോപ്പുലേഷൻ, ജനസംഖ്യയിലുള്ള ജനസംഖ്യ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് കച്ചവടം നടക്കുന്ന ആളുകൾ വേണ്ടേ, വാങ്ങാൻ ആൾ വേണ്ടേ? എന്തൊരു പരിപാടി വിജയിക്കണമെങ്കിൽ ആൾക്കൂട്ടം വേണം. സമ്മേളനങ്ങൾ വിജയിക്കണമെങ്കിൽ, മീറ്റിങ്ങുകൾ വിജയിക്കണമെങ്കിൽ ആൾക്കൂട്ടം വേണം. ഇന്ത്യ രാജ്യത്ത് നമുക്കുള്ളത് ജനം പങ്കാളിത്തമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സാധ്യത ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിലും കേരളത്തിലുള്ള ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം ഈ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയ്ക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം. സാക്ഷരതയിൽ നമ്മൾ 100%. പിന്നെ ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുൻപന്തിയിലാണ്. മറ്റു സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഒരു ഏരിയ തന്നെയാണ് നമുക്ക് കേരളത്തെ പറയാൻ പറ്റും.
ആ ഒരു സമയത്ത് കേരളത്തിൽ ഇതിന് വലിയ സാധ്യത ഉണ്ട്. മികച്ച ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് ചിന്തിക്കാനും അതിന്റെ സാധ്യതകൾ ഉൾക്കൊള്ളാനും കേരളത്തിലുള്ള ആളുകൾക്ക് കഴിയും എന്നത് ഈ ബിസിനസ്സിന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. മറ്റൊന്ന്, സ്മാർട്ട് ഫോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതും ഇന്റർനെറ്റിന്റെ വലിയ ലഭ്യതയും നമുക്ക് ഈ സാധ്യതക്ക് ഒരുപാട് ഒരു ആക്കം കൂട്ടും. അതായത് നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്മാർട്ട് ഫോൺ നിർബന്ധമാണ്, ഇന്റർനെറ്റ് ഫെസിലിറ്റി വേണം, നല്ല നെറ്റ്വർക്ക് വേണം. ഇത് കേരളത്തില് മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ചിട്ട് ഒരുപാട് കൂടുതലാണ്. അതോടൊപ്പം ആയുർവേദത്തോടും ആരോഗ്യം സംരക്ഷിക്കാനുള്ള സപ്ലിമെന്റുകളോടുള്ള താല്പര്യം കേരളക്കാർക്ക് വല്ലാതുണ്ട്. ആയുർവേദത്തിന്റെ ഈറ്റില്യമായിട്ടാണ് കേരളത്തെ അറിയപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും, ഫോറിൻ കൺട്രീസിൽ നിന്നും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ആയുർവേദ ചികിത്സക്ക് കേരളത്തിൽ വരുന്നുണ്ട്. ഇവിടെ ആയുർവേദത്തിനോടുള്ള താല്പര്യം ആളുകൾക്ക് വല്ലാതുണ്ട്. ഈ സമയത്ത് നമുക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിന് വലിയ സാധ്യത ഉണ്ട്. മാത്രമല്ല, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുടെ സ്വീകാര്യത കേരളത്തിൽ വളരെ കൂടുതലാണ്. ആളുകൾ നോക്കിയ ക്വാളിറ്റിയാണ്. അതായത് എന്തെങ്കിലും വില കുറച്ച് കിട്ടുന്നതിനപ്പുറം ക്വാളിറ്റി അംഗീകരിക്കുന്ന, അത് പരിശോധിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. അത് നമുക്ക് ഏറ്റവും വലിയ ഒരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ പിന്നെ വെൽനസിനും അതുപോലുള്ള ഗുണമേന്മയ്ക്കും പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. പിന്നെ ഇപ്പോ ജനങ്ങള് ആഗ്രഹിക്കുന്നത്, വിപണി മാറിയാലും എന്തൊക്കെ സംഭവിച്ചാലും സർക്കാരുകൾ മാറിയാലും തകർന്നു പോവാത്ത സുരക്ഷിതമായ ഒരു വരുമാനമാണ്. കാരണം സാഹചര്യത്തിനനുസരിച്ച് കിട്ടുന്ന കൂൾ ബാർ നമ്മൾ നടത്തുകയാണെങ്കിൽ അത് തണുപ്പ് കാലത്ത് ഒരു സാധ്യതയില്ല. നമ്മൾ ഊട്ടിയിൽ പോയിട്ട് ആരും കൂൾ ബാർ തുടങ്ങാറില്ല, കാരണം അവിടെ കൂൾ ബാറിന് ഒരു സാധ്യതയില്ല. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ചായക്കടയാണെങ്കിൽ ഒരു പരിധി വരെ നല്ല ചൂട് കാലത്ത് കച്ചവടം കുറയും, തണുപ്പ് കാലത്തേക്ക് അവിടെ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് കാലാവസ്ഥയിലും എങ്ങനെ സാഹചര്യങ്ങൾ മാറിയാലും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ബിസിനസിനെ കുറിച്ചും സുരക്ഷിതമായ ഒരു വരുമാനത്തെ കുറിച്ചാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, ആലോചിക്കുന്നത്. അതോടൊപ്പം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വിദേശത്ത് പോയി നിൽക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും വലിയ വരുമാനം ഉണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട്, കുടുംബത്തിന്റെ ഒപ്പം യാത്ര ചെയ്തുകൊണ്ട്, കുടുംബത്തോടൊപ്പം വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ഡയറക്റ്റ് സെല്ലിങ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം സ്വന്തമായ കഠിനാധ്വാനത്തിലൂടെ സ്വന്തമായ ഒരു മേൽവിലാസം സൃഷ്ടിച്ചെടുക്കാൻ ആളുകൾ വല്ലാതെ താല്പര്യപ്പെടുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ബ്ലോഗേഴ്സ് ഒക്കെ വലിയ റിസ്ക് എടുത്തുകൊണ്ട് ഓരോ കുന്ന് കയറുന്നതും യാത്ര പോകുന്നതും ലോങ് യാത്ര പോകുന്നതും, ചില ആളുകളൊക്കെ നടന്നുകൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു, ചില ആളുകൾ കാറിൽ അല്ലെങ്കിൽ സ്കൂട്ടറിൽ അല്ലെങ്കിൽ സൈക്കിളിൽ ഇന്ത്യ മൊത്തം ചുറ്റുന്നു. ഇതൊക്കെ ചെയ്യുന്നത് റിസ്ക് എടുത്തുകൊണ്ട് സ്വന്തമായ ഒരു മേൽവിലാസം സൃഷ്ടിക്കാനും അതുവഴി ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെ റീച്ച് ഉണ്ടാക്കി അതുവഴി വരുമാനം നേടാനും വേണ്ടിയിട്ട് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നമുക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിന് ഏറ്റവും പോസിറ്റീവാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം, ഘടന എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഡ്യൂപ്ലിക്കേഷന്റെ പവർ എന്താന്ന് വെച്ചാല്, ആർക്കും എളുപ്പത്തില് കോപ്പി എടുത്ത്, അതായത് കണ്ട് മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ കഴിയും. നമ്മൾ ഒരാള് ഒറ്റക്ക് ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പകരം ഒരു 100 ആള് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ 100 പേരെ പണിക്ക് വെച്ച് കഴിഞ്ഞാൽ, ഈ 100 പേര് 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 800 മണിക്കൂറാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അതേ സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിങ്. നമ്മുടെ കൂടെ 100 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 പേരുടെയും വർക്കിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയാണ്. ഇങ്ങനെയാണ് ഡ്യൂപ്ലിക്കേഷനിലൂടെ വലിയ വിപ്ലവങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ സൃഷ്ടിക്കപ്പെടുന്നത്. വരുമാനത്തിനപ്പുറം വേറെ കുറെ ബെനിഫിറ്റുകൾ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ വലിയ വലിയ വേദികളിലും
മറ്റും നമുക്ക് ലഭിക്കുന്ന ആദരവുകൾ, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ആദരവുകൾ വേറെ ഒരു മേഖലയിലും ഒരിക്കലും എത്ര വർഷം കഠിനാധ്വാനം ചെയ്താലും അവിടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും മാത്രമാണ് പലപ്പോഴും ഉണ്ടാവുക. എന്നാൽ ഈ സമയത്ത് ഡയറക്ട് സെല്ലിങ്ങിൽ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാവുന്ന സമയത്ത് പോലും വലിയ വേദികളിൽ ആദരവുകളും അംഗീകാരങ്ങളും ലഭിക്കും. വരുമാനം മാത്രമല്ല ഡയറക്ട് സെല്ലിങ്ങിൽ ലഭിക്കുന്നത്. അതോടൊപ്പം വിദേശത്തേക്കുള്ള ആഡംബര യാത്രകളും മറ്റും ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ഈ മേഖലയിലെ നടക്കുള്ളൂ. അതോടൊപ്പം സ്കിൽ ഡെവലപ്മെന്റിന് വലിയ സ്വാധീനം, വലിയ സാധ്യത ഈ ഡയറക്ട് സെല്ലിങ്ങിൽ ഉണ്ട്. നമുക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് കിട്ടും, ഒരുപാട് ആളുകളെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് പറയാനൊക്കെ ഉള്ള ഒരു കഴിവ് കിട്ടും. ഇത് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനുവേണ്ടി എന്തെങ്കിലും പ്രസംഗ പരിശീലന ക്ലാസ്സോ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മളൊരു പ്രാസംഗികരായി മാറുകയാണ്. പരസ്പരം സഹായിക്കാനുള്ള മനസ്സുള്ളവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ലീഡേഴ്സ് സ്വാഭാവികമായിട്ടും എപ്പോഴും അസോസിയേറ്റ് ആയിട്ടുള്ള ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ലീഡേഴ്സിന് എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ് പരമായ സഹായം വേണമെങ്കിൽ അസോസിയേറ്റ് ഒരുമിച്ച് നിന്നുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കമ്പനിയായ MI ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് നമ്മുടെ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കമ്പനി എന്താണെന്നും ഇതിന്റെ വലുപ്പം എത്രയാണെന്നും എല്ലാവർക്കും അറിയാം. ഇത് പ്രത്യേകിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ കമ്പനിയിൽ എത്താൻ കഴിഞ്ഞത് നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയാം. ഇപ്പൊ ഈ സ്ലൈഡിൽ കാണിക്കുന്നത് നമ്മുടെ ഈ കമ്പനിയുടെ ബിസിനസിന്റെ ഘടനയാണ്, എങ്ങനെ BV മാച്ച് ആവുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഇൻകം പ്ലാൻ, അതും കുറെ ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ട് അതൊക്കെ നമ്മൾ വിശദമായി പറയേണ്ട കാര്യമാണ്. നമ്മളൊരു 5000 രൂപക്ക് പർച്ചേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 75% ബിസിനസ് വരുന്നു, അതിന് 3750 മാച്ച് ആകുമ്പോൾ 450 കിട്ടുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ 2.5x എന്ന് കാണാം. നമ്മൾ പലപ്പോഴും ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലും വോയിസ് അയച്ചാൽ ചിലപ്പോൾ മിക്കവാറും മനസ്സിലാക്കി പറയാൻ നിങ്ങൾ അത് 2 കേൾക്കരുത്, 1 കേൾക്കണം. അതായത് നമ്മളെ വാട്സപ്പിൽ ഒക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാൻ. ഇവിടെ കാണിക്കുന്നത് 2.5x, അതായത് ടീം വർക്കിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കരുതുന്ന രീതിയിലുള്ള ഒരു വളർച്ചയല്ല. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണയുള്ള ഒരു ഗ്രോത്ത് 1 2 ആകും, 2 3 ആകും, 3 4 ആകും, അത് ഒന്നോട് കൂടുമ്പോൾ 5 ആകും, ഒരാളും കൂടുമ്പോൾ 6 ആകും എന്നുള്ളതാണ്. വരുമാനവും ആ രീതിയിലാണ് നമുക്ക് പറയാവുന്നത്. 10000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 500 രൂപ 1000 രൂപ കൂട്ടി കിട്ടും. 25000 രൂപ ശമ്പളമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 1000 2000 കൂട്ടി കിട്ടും. അതാണ് അവിടെയുള്ള ഗ്രോത്ത്. എന്നാൽ ഈ അതായത് ഡയറക്ട് സെല്ലിങ്ങിന്റെ, അതായത് ടീം വർക്കിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 1 2 ആവും, 2 4 ആവും, 4 8 ആവും, 8 16 ആവും, 16 32 ആവും. ഈ രീതിയിലുള്ള വളർച്ചയാണ് എപ്പോഴും ഡയറക്ട് സെല്ലിങ്ങിൽ ഉണ്ടാവുക. ടീം വർക്കിന്റെ ഒരു മഹത്വമാണത്. ഇതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് വളരെ വേഗത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇങ്ങനൊക്കെ പറയുമ്പോഴും, ഇത്രയൊക്കെ മഹത്വമായ ഒരു ഇൻഡസ്ട്രി ആകുമ്പോഴും ധാരാളം ആളുകൾ ഡയറക്ട് സെല്ലിങ്ങിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ അവർ പരാജയപ്പെടാനുള്ള കാരണം ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല. ഒന്ന്, വലിയ ആവേശത്തിൽ ഏറ്റെടുത്ത് തുടങ്ങി പ്രവർത്തിക്കുന്ന, ഓടിച്ചാടി നടന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഈ പരിപാടി നിർത്തും. ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതായത് നമ്മൾ കരുതി ഞാനിപ്പോ ഇന്നിങ്ങോട്ട് വന്നു, നാളെ പോയി 10 ആളോട് പറയണം, അതിന്റെ പിറ്റേ ദിവസം 10 ആളോട് പറയും, അതിന്റെ പിറ്റേ ദിവസം 10 ആളോട്, അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് ഒരു 30 ആളെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ 30 ആളെയും വെച്ച് 5ാമത്തെ ദിവസം ഞാനൊരു മീറ്റിംഗ് വെക്കും. അങ്ങനെ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് വന്ന് ഓടിച്ചാടി നടന്ന് ചെയ്യും. പക്ഷെ
നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഗ്രോത്ത് വരാതിരിക്കുന്ന സമയത്ത് അവിടെ നിർത്തും പരിപാടി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കൂടുതൽ ആളുകളുടെയും പരാജയത്തിനുള്ള ഒരു കാരണം, മീറ്റിങ്ങുകളിലും ട്രെയിനിങ്ങുകളിലും പങ്കെടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. മീറ്റിങ്ങുകൾ അതൊക്കെ എനിക്കറിയാം, നമുക്ക് അറിയുന്നതല്ലേ. ട്രെയിനിങ് പ്രോഗ്രാമുകളോ അങ്ങനൊന്നും ഒരു ആവശ്യമില്ല. ഇതിപ്പോ എനിക്ക് മനസ്സിലായി, കാരണം എങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് സംഭവം എന്നും ഇങ്ങനെ വരുമാനം കിട്ടുന്നത് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം എനിക്കില്ല. മാത്രമല്ല ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ ചെറിയ കാശൊക്കെ കൊടുക്കണം, അതൊന്നും മുടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ധാരണ. അല്ലെങ്കിൽ ഞാൻ അതിനൊന്നും പങ്കെടുക്കില്ല, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ആ ട്രെയിനിങ് പഠിപ്പിക്കുന്ന ആളെക്കാളൊക്കെ അത്യാവശ്യം യോഗ്യത എനിക്കുണ്ട്. അല്ല, ആ മീറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്ന ആളെക്കാളൊക്കെ യോഗ്യതയും വിദ്യാഭ്യാസവും ഉള്ള ആളാണ് ഞാൻ എന്നുള്ള ചിന്ത ട്രെയിനിങ്ങിൽ നിന്നും മീറ്റിങ്ങിൽ നിന്നും ഇവർ അകറ്റി നിർത്തും. അല്ലെങ്കിൽ അതിന് മുടക്കേണ്ട ചെറിയ ക്യാഷ് ഓർത്തിട്ട് ഇവർ മാറി നിൽക്കും. ഇവർ ഒരു 1000-500 രൂപ കൊടുക്കേണ്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 500 രൂപ മുടക്കുക ഒന്നും വേണ്ട, അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയും. ഇത്തരം ആളുകൾ ഈ ബിസിനസ്സിൽ പച്ച തൊടൂല എന്ന് പറയാം. തുടക്കത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് അത് വേണ്ട രീതിയിൽ റിസൾട്ട് കിട്ടിയില്ല, അവരൊക്കെ നെഗറ്റീവ് പറഞ്ഞു, അവര് പിന്നെ വല്ലാതെ നമ്മളോട് റിട്ടേൺ തന്നു സാധനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാക്കാം. നമ്മൾ വേറെ 4-5 ആൾക്കാരെ കൊണ്ടുവന്നു, അവരൊക്കെ ആദ്യത്തിലൊക്കെ മീറ്റിങ്ങിനൊക്കെ വന്നു, പ്രോഗ്രാമിനൊക്കെ വന്നു, ചെറിയ പർച്ചേസ് കൊടുത്തു, പിന്നെ ഇവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇങ്ങനെയുള്ള അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നം, ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിൽ സപ്പോർട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ലീഡേഴ്സ് ആദ്യം പറഞ്ഞ രീതിയിലൊന്നും അല്ല ഇപ്പൊ ചെയ്യുന്നത് എന്ന രീതിയിൽ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ നിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കമ്പനി വർഷങ്ങളോളം പരീക്ഷിച്ച് വിജയിച്ച ഒരു സിസ്റ്റം ഉണ്ട്. അതേപോലെ നമുക്ക് മുന്നേ നടന്ന വിജയിച്ച ലീഡേഴ്സ് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ഇതിൽ നിന്ന് മാറിയിട്ട് സ്വന്തം വഴി വെട്ടിത്തെളിയിച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ ആവാം, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. അവരും നിർത്തിപ്പോകേണ്ടി വരാറുണ്ട്. അവിടെ ഒരിക്കലും ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് ആണ്. ഇത് ഫുള്ളി ഡ്യൂപ്ലിക്കേഷൻ ആണ്. ആ ഡ്യൂപ്ലിക്കേഷനിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായ ഒരു വഴി സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവിടെ പരാജയം ഉണ്ടാവുള്ളൂ. എന്നാൽ കുറെ ആളുകൾ വിജയിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വലിയ വിജയങ്ങൾ നേടി അവർ സക്സസ്ഫുൾ ലൈഫ്, അതായത് 100% ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും നേടി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും ഇവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും, അതൊക്കെ അതിജീവിക്കും, ഈ സമയവും കടന്നു പോകുമെന്ന് അവര് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ വിജയിച്ചിട്ടുണ്ട്. ഒരു ദിവസവും മുടങ്ങാതെ അതായത് ഈ ബിസിനസിന്റെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് തുടർച്ച, കൺസിസ്റ്റൻസി വളരെ മസ്റ്റാണ്, വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കും അവർ എല്ലാ ദിവസവും. ഈ ഡയറക്ട് സെല്ലിംഗ് ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കും. ഒന്നുമില്ലെങ്കിൽ സ്റ്റാറ്റസ് എങ്കിലും വെക്കും, വേറെ കഴിയാത്ത പ്രശ്നമാണ്. അല്ലെങ്കിൽ ഫോണിലെങ്കിലും ആളെ വിളിച്ചു പറയും, ഡയറക്റ്റ് പോയി പറയാൻ പറ്റാത്ത സാഹചര്യമാണ്, ഫോണിലെങ്കിലും വിളിച്ച് നാലാളോട് ബിസിനസ് സംസാരിക്കും. അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കുറച്ച് പ്രൊഡക്റ്റിന്റെ പോസ്റ്ററുകളെങ്കിലും എല്ലാ ദിവസവും ഷെയർ ചെയ്യും. മറ്റു ഫീൽഡിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം, പനിയോ ജലദോഷമോ ബുദ്ധിമുട്ടായി വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും എല്ലാ നിലക്കും അവര് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും നടത്തിയിരിക്കും. പിന്നെ അവർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയിച്ച ആളുകളിൽ നിന്ന് അവര് കോപ്പി എടുക്കും. അവരെങ്ങനെ വിജയിച്ചു, ആ ലീഡർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ, അതൊന്ന് എനിക്ക് മനസ്സിലാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവര് അത് കോപ്പി എടുക്കും. ഇങ്ങനെ ചെയ്ത ആളുകൾക്കാണ് വിജയം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ AI യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന AI കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്ത് നമുക്കൊരു ഫ്യൂച്ചറിന്റെ ബിസിനസ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഭാവിയുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി നമുക്ക് ബിസിനസ് വളർത്താൻ കഴിയും. നമ്മള് വീട്ടിൽ കല്യാണമാണ്, ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ സുഹൃത്തിനെ മറ്റോ കല്യാണമാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് വാട്സപ്പിലൂടെ കുറെ ആളുകൾക്ക് ഇതിന്റെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കാം, ഇതിന്റെ സന്ദേശങ്ങൾ ഏതെങ്കിലും നല്ല ലീഡേഴ്സിന്റെ പ്രസംഗങ്ങൾ അയച്ചു കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഈ ബിസിനസ് വളർത്തിയെടുക്കാൻ കഴിയും.
മാത്രമല്ല വെൽനസ് ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടാണ്. എന്ത് ചികിത്സ ചെയ്താലും വലിയ ഗുണമൊന്നുമില്ലാതെ വർഷങ്ങളോളം ചികിത്സിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കുള്ള സാധ്യത വളരെ വലുതാണ്. അത് നമുക്ക് എന്താ പറയാ, ഭാഷയുടെ അതിർവരമ്പുകൾ പോലും ഇല്ലാതെ വ്യാപിപ്പിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആധുനിക കാലത്തുണ്ട്. നല്ലൊരു സ്മാർട്ട് ഫോണും നല്ലൊരു നെറ്റ്വർക്കും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്കിത് ലോകം മുഴുവൻ എത്തിക്കാൻ കഴിയും. ഈ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നാളെ ലോകം നിയന്ത്രിക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. അത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സർക്കാർ ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പോലും ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി, ഫാമിലി ഹെൽത്ത് സെന്റർ മാത്രമല്ല ഇപ്പൊ വെൽനസ് സെന്ററാണ്. വെൽനസ് സെന്ററുകളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ രോഗം വന്നിട്ട് അതിന് മരുന്ന് കൊടുക്കുന്നതിന് പകരം രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിന്റെ കോർഡിനേഷൻ നടത്താനും ഉള്ളൊരു ഓഫീസായിട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിൽ അതിന് ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഈ ഒരു കാലത്ത് നമുക്ക് ഈ ബിസിനസ്സിനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊക്കെ നാളുകളിൽ വലിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും. ഇത് നമ്മളെ മുന്നേ കടന്നു പോയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അവർ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇത് ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്കും ഇതേപോലെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ട ആളുകളുണ്ട്. ഗൾഫിൽ പോയിട്ട് പോലും ക്ലിക്ക് ആവാതെ, പച്ച തൊടാതെ തിരിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ ധാരാളം തുടങ്ങുന്നു, പക്ഷെ വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൂട്ടിപ്പോകേണ്ട സാഹചര്യം. പൂട്ടുകയാണെങ്കിൽ തന്നെ ഇവർക്ക് പിന്നെ വലിയ കടബാധ്യതയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു ബിസിനസിന്റെ സാധ്യത ഉൾക്കൊണ്ട് മനസ്സിലാക്കി നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യം ചിന്തിക്കാൻ പോലും കഴിയൂല. ഇപ്പൊ നമ്മുടെ കമ്പനി നേരത്തെ ഒക്കെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ഒരു വരുമാനം കൂടി ഒരു വർഷം മുന്നേ പ്രഖ്യാപിച്ചു, ടീം ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ TDF കഴിഞ്ഞ ഇന്നലെ അല്ല അതിന്റെ മുമ്പത്തെ ശനിയാഴ്ചയോട് കൂടി നമ്മുടെയൊക്കെ ലീഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് വന്നില്ലേ, ജനറേറ്റ് ആയി. വലിയ എമൗണ്ടുകളാണ് കിട്ടിയിട്ടുള്ളത്, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തില്ല. അപ്പൊ അത്രയും മഹത്തായ ഒരു ബിസിനസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്, അത്രയും മഹത്തായ ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ കമ്പനീന്റെ മഹത്വവും ഇതിന്റെ സാധ്യതയൊക്കെ ഒരുപാട് ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു നേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡിനോടൊന്ന് കാണണം, അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ എന്ത് പണിയാ ചെയ്ത്, നിങ്ങൾക്ക് നല്ലൊരു ജോലി ഇല്ലായിരുന്നോ, അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങോട്ടൊരു പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിയിട്ട് അവരുടെ എന്തോ കുറെ പൈസ വാങ്ങിയെടുത്ത് ഒരു തട്ടിപ്പ് നടത്തി നമ്മൾ സമ്പാദിക്കുന്ന രീതിയാണെന്നാണ്. അപ്പൊ ഞാൻ ഇതിന്റെ സാധ്യതകളും കാര്യങ്ങളും ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുത്ത സമയത്ത് കുഴപ്പമില്ല, കാണുന്നതിന് കുഴപ്പമില്ല, എന്നാൽ ഞാനതിൽ ചേരുമൊന്നുമില്ല കേട്ടോ എന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് ആളുകൾ എതിർക്കുന്നതിന് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ല സംഭവം. ഇത് കൃത്യമായിട്ട് പോയി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ ഒരു സംശയമില്ല, ആളുകൾ നമ്മളെ കൂടെ നിൽക്കും. എൻ്റെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, വലിയ വലിയ ഹൈ ലെവലിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഒന്നുമില്ലാത്ത നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് ഞാൻ പോയിട്ട് ബിസിനസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് കാശ് ആവശ്യമുണ്ട്, സാമ്പത്തികമായിട്ട് അവർക്ക് ഉണ്ടെങ്കിലും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം ആളുകളിലേക്ക് നമ്മൾ ഈ ബിസിനസ് എത്തിച്ചാൽ അവര് വഴി സാധാരണക്കാരായ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളിലേക്കും ഈ ബിസിനസ് എത്തും. അപ്പൊ നമ്മൾ വളരെ പാവപ്പെട്ട ദരിദ്രരായ ഒരു ഗതിയില്ലാത്ത ആളുകളെ മാത്രം തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നല്ല നിലക്ക് ജീവിക്കുന്ന, മാന്യമായി ജീവിക്കണം, നല്ലൊരു വസ്ത്രവും നല്ല കാറും നല്ല വീടും വീട്ടിൽ കുറച്ചുകൂടെ സൗകര്യങ്ങളും ഒക്കെ വേണം,
മക്കൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, ഭാവിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സമ്പാദ്യം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ ഈ ബിസിനസ് എത്തിച്ചാൽ പുതുതലമുറ ഏറ്റെടുക്കും, യുവാക്കൾ ഏറ്റെടുക്കും. ഇന്നലെ ഞാന് ഈ ബിസിനസ് വൈകുന്നേരം പറഞ്ഞത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത്. ഓരോരുത്തരുടെ സാധ്യതകളൊക്കെ പറഞ്ഞപ്പോ നമുക്കിങ്ങനെ ഓരോ പ്രൊഡക്റ്റ് വേണം, കുറച്ച് സാധനങ്ങൾ വേണ്ടിയിട്ട്, അപ്പൊ ഇതിങ്ങനെ ഐഡിയ അടിച്ച് ഇങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞ സമയത്ത് അപ്പൊ നമുക്ക് കമ്പനിയിൽ നിന്ന് ഒരു ചെറിയ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ അല്ലേ, ഇങ്ങോട്ട് ചോദിക്കാം നമ്മളിങ്ങനെ വാങ്ങുന്ന സമയത്ത്. അപ്പൊ ആളുകൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. 10 രൂപ കുറഞ്ഞു കിട്ടിയാൽ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാരണം ഒപ്പിച്ച് നമ്മൾ പറയില്ല, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന്. ഇതാണ് ശരിക്കും നാട്ടിലെ അവസ്ഥ. എല്ലാവരെയും ഇനി എത്ര വരുമാനം ഉണ്ടായിക്കോട്ടെ, നമ്മൾ പറയും അവർ നല്ല ഉഷാറില ജീവിക്കുന്നത്, വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, പക്ഷെ ഉള്ളു പൊള്ളയായിരിക്കും, വളരെ പ്രയാസത്തിലേക്ക് അവർക്ക് ജീവിക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകളിലേക്ക് ഈ ബിസിനസ് അവസരം എത്തിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ ശ്രമിച്ചാൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവും, അതോടൊപ്പം അവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. ഞാൻ എൻ്റെ കുറച്ച് മുമ്പ് ഈ നോമ്പ് ലാസ്റ്റില് ലക്ഷദ്വീപിൽ നിന്നും ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യനെയും കൊണ്ട് ഭാര്യന്റെ ഉപ്പനെയും കൊണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നു. അവരിവിടെ വന്ന് റൂം എടുത്ത് താമസിച്ചതിന് ശേഷം എന്നെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ ഭാര്യന്റെ ഉപ്പക്ക് ഭയങ്കര ചൊറിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു, പ്രൊഡക്റ്റുകൾ കൊടുത്തു, അവർ ഉപയോഗിച്ചു. ഏകദേശം ഒരു മാസത്തോളം ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. അങ്ങനെ അവർ കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് ദ്വീപിലേക്ക് പോയി. അവിടെ എത്തി പിന്നെ വിളിച്ചു, കുറച്ച് ഒരു സാധനം കുറവുണ്ട്, ബ്ലഡ് പ്യൂരിഫയർ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് അയച്ചു കൊടുത്തു. മാത്രമല്ല പിന്നെ ഇവർ ചെയ്യുന്നത്, ദ്വീപിലുള്ള മറ്റാളുകൾ എടുത്ത് പോയിട്ട്, ഇതേപോലെ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ എടുത്ത് പോയിട്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു മരുന്ന് ഞാൻ വാങ്ങി ഉപയോഗിച്ചു, ഇത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് മറ്റാളുകളെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിച്ചിട്ട് അവിടെയുള്ള ആളുകളുടെ പ്രയാസവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്ത്യക്ക് ഈ പ്രശ്നമുണ്ട്, ഇതിന് കൊടുക്കാൻ പറ്റുമോ, ഇതിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ കൊറിയർ അയച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ കേൾവി ശേഷിയും സംസാര ശേഷിയും ഇല്ലാത്ത കുറെ ആളുകൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയുള്ള ആളുകളും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ മേഖലയുള്ള ആളുകൾക്കും ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. ഇവർക്കൊക്കെ പൈസക്ക് ആവശ്യമുണ്ട്. പൈസക്ക് ആവശ്യം ഉണ്ടായിട്ടാണ് ഇവരൊക്കെ പല ജോലിക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് എൻ്റെ ഒരു അസോസിയേറ്റിന്റെ കൂടെ വർക്കിന് പോയ സമയത്ത് അവിടെ ഒരു ലേഡിന്റെ സംസാരിച്ചപ്പോൾ ചോദിച്ചു, അവരൊരു കടയിൽ ജോലിക്ക് പോകുന്നതാണ്, രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്താൽ കിട്ടുന്നത് 8,000 രൂപ ശമ്പളം. 2 ദിവസം ലീവ് എടുത്താൽ, അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്താൽ, ആഴ്ചയിൽ അനുവദിച്ച ഒരു ലീവിൽ അപ്പുറം എടുത്താൽ അതിൽ നിന്ന് കാശ് കട്ട് ചെയ്യും. ഈ രീതിയിലാണ് ആളുകൾ ജോലി ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, പ്രീ പ്രൈമറി സ്കൂളുകൾ വ്യാപകമായിട്ടുണ്ട്. പറയുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ആളുകളുടെ പേര് ടീച്ചർ എന്നാണ്. അവരൊക്കെ ടീച്ചർമാരാണ്. ഈ ടീച്ചർമാരുടെ ശമ്പളം എത്രയാന്ന് ചോദിച്ചാൽ 6,000, 7,000, 8,000 മാക്സിമം. ഇനി കുറച്ചുകൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ ആണെങ്കിൽ കൂടി വന്നാൽ 10,000 ടീച്ചറുടെ ശമ്പളമാണ്. ഈ സമയത്ത് നമ്മൾ MA ലൈഫ് സ്റ്റൈലിൽ വർക്ക് ചെയ്ത് ഒരു 2, 2.5, ഒരു 3 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ കിട്ടും 8,000, 10,000 നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ. അപ്പൊ ഇത് നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ തയ്യാറായാൽ ജനങ്ങൾ ഏറ്റെടുക്കും, ഒരു സംശയമില്ല. കാരണം പൈസക്ക് ആളുകൾക്ക് അത്യാവശ്യമുണ്ട്. ഏത് ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഈ ബിസിനസിനെ കുറിച്ച് എങ്ങനെ എന്ത് പറഞ്ഞാലും അങ്ങനെ എന്ത് വേണ്ട, ഇങ്ങനെ വേണ്ട, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് ബാലൻസ് അത്യാവശ്യം ഉണ്ടോ, ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടോ? ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, കടമാണ്, കടത്ത് കുഴിച്ചെടുക്കാന്ന് അറിയും. അപ്പൊ നിങ്ങൾക്ക് പൈസ വേണ്ടിയിരുന്നു, പക്ഷെ ഇതൊന്നും നമുക്ക് പറ്റൂല. അപ്പൊ എന്തുകൊണ്ട് പറ്റൂല, ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതിന്റെ സിസ്റ്റം എല്ലാവരോടും ഒരേ രീതിയിൽ പറയാതെ അവരുടെ സാഹചര്യത്തിനും അവർക്ക് മനസ്സിലാവുന്ന രീതി, നമ്മളിപ്പോ എല്ലാവരോടും റോബർട്ട് കിയോസാക്കിന്റെ ഇതൊക്കെ കൂടെ വെച്ചിട്ട് സ്ലൈഡൊക്കെ വെച്ചിട്ട് പറയാൻ തുടങ്ങിയ സാധാരണക്കൊക്കെ എന്ത് റോബർട്ട് ഒന്നും അറിയില്ല. അപ്പൊ അവരോട് പറയേണ്ടത്, നിങ്ങളൊരു പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 132 വാങ്ങിക്കഴിഞ്ഞാൽ 172 MRP ഉണ്ട്, നിങ്ങൾ 150 വിറ്റാലും അവിടെ ഒരു 17-18 റുപ്യ നിങ്ങൾക്ക് ലാഭം കിട്ടും. ഇത് പറഞ്ഞു കൊടുത്താൽ മതി. ആ രീതിയിൽ നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോ എന്നെ ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒന്നൊരു കൊണ്ട് പരിചയപ്പെടുത്താം. പേര് സിദ്ദീഖ് എന്നാണ്. വീട് കൊടുവള്ളി അടുത്ത പന്നൂരാണ്. നമ്മുടെ CTC ലീഡർ ഉമ്മർ ഉസ്താദാണ് എന്നെ ഈ ബിസിനസ് അവസരത്തിലേക്ക് എത്തിച്ചത്. എനിക്ക് അസഹ്യമായ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിൾ, പുണ്ണ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങളോളം ചികിത്സിച്ചതാണ്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഡോക്ടറേറ്റ് ഒക്കെ ചികിത്സിച്ചു. വർഷങ്ങളോളം മരുന്ന് കുടിച്ചിട്ടും ഒരു ഗുണവും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഉമ്മർ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ മരുന്നുണ്ട് എന്ന് പറയുന്നത്. യാദൃശ്ചികമായിട്ട് കണ്ടുപെട്ട പങ്കാളിന്ന് ചോദിച്ചതാണ്, ഇങ്ങനെ മരുന്നുണ്ടോ എന്ന്. ഉണ്ടെന്ന് പറഞ്ഞു.
പറഞ്ഞു തന്നു, ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു, ഐഡിയ അടിച്ചാൽ ഹോൾസെയിൽ റേറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങി ഉപയോഗിച്ചു. 1-2 ആഴ്ച കൊണ്ട് ചെറിയ മാറ്റങ്ങൾ വന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നു. ജീവിതം തന്നെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിയ സമയത്ത് ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വർക്കിന് പോകാനുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഏരിയയിൽ പോയിട്ട് പുതിയ പുതിയ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു 2-3 വർഷം പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമ്മുടെ സമയം അതായത് നമ്മൾ ഒരു 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂറാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എങ്കിൽ അതിന്റെ 100 കണക്കിന് ഇരട്ടി മണിക്കൂർ നമുക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേരെയാണ്. ആരോ ചോദിച്ചു കഴിച്ച പ്രൊഡക്റ്റ് ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, നെഞ്ചരിച്ച് പോലത്തെ പ്രശ്നങ്ങൾക്ക് ലിവഗൈൻ ആണ് ഏറ്റവും പ്രധാനം. ഇമ്മോണോ3 പ്ലസ് പ്രോബയോട്ടിക്. ഞാൻ തുടക്കത്തിൽ ലിവഗൈനും ഇമ്മോണോ3 പ്ലസ് മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. അപ്പൊ ഒരു മാസറ്റം കഴിഞ്ഞ് ഉമർ ഉസ്താദ് ചോദിച്ചാൽ നിങ്ങൾ പ്രോബയോട്ടിക് കഴിക്കുന്നില്ല? ഞാൻ പറഞ്ഞില്ല, ഈ രണ്ടും കഴിക്കാൻ പറഞ്ഞ ഇതാ കഴിക്കുന്നത്. അല്ല, പ്രോബയോട്ടിക് കൂടി ചേർത്ത് കഴിക്കണമെന്നാണ്. പ്രോബയോട്ടിക് കൂടി കഴിച്ച സമയത്ത് ഭയങ്കര റിസൾട്ട്. അപ്പൊ ഈ മൂന്നും കൂടിയാണ് ഇപ്പം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാറുള്ളത്. അതോടൊപ്പം നല്ല നെഞ്ചരിച്ചിലോ മറ്റുള്ള ആളുകളാണെങ്കിൽ ഹെർബൽ ആന്റാസിഡ് കൊടുക്കും. ഒന്ന് അരിച്ചിറക്കാൻ പറയും. ഇടയ്ക്ക് അതൊന്നും സ്ഥിരമായിട്ട് വേണമെന്നില്ല, അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കാൻ പറയും. അങ്ങനെ ഇതാണ് അതിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ പ്രൊഡക്റ്റുകൾ ഓരോരുത്തരുടെയും സാഹചര്യത്തിനും അവരുടെ പ്രശ്നങ്ങൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഓരോ സമയത്തും അപ്ലൈൻ ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് കൊടുക്കലാണ് നല്ലത്. എല്ലാവർക്കും ഒരേ രീതിയിൽ ആയിക്കോണം. ഇപ്പൊ പൈൽസിന് കൊടുക്കുകയാണെങ്കിലും പല രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഓരോ സമയത്തും ചോദിക്കുന്നതിന് ഒരു മടിയും കാണിക്കാതിരിക്കുക. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയൂല എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ നല്ലതാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് അത്രേ അറിയണം. അപ്പൊ എനിക്കിതൊക്കെ അറിയാൻ ചോദിക്കുന്നത് മോശമല്ലേ? ഞാൻ ഇപ്പൊ 6 മാസമായാലും ഇനിയിപ്പോ ലീഡറോട് ചോദിക്കാൻ പറഞ്ഞാൽ ശരിയല്ല. മാത്രമല്ല എന്നേക്കാൾ ക്വാളിഫൈഡ് അല്ലാത്ത വിദ്യാഭ്യാസം കുറഞ്ഞ ലീഡറാണ്. അപ്പൊ ലീഡറോട് ഞാനിപ്പോ ഇതിനെക്കുറിച്ച് ചോദിക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല, ഞാനത് കൊടുത്താൽ മതി എന്ന് ചിന്തിച്ച് കൊടുക്കാതിരിക്കാം. പല ആളുകളെടുത്തും പലപ്പോഴും നമ്മൾ ഞാൻ തന്നെ എന്റെ ടീമിലൊക്കെ തന്നെ പല അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ കൊടുത്തത് വേണ്ട രീതിയിലായിട്ടില്ല. എന്നാൽ നമുക്ക് കസ്റ്റമറോട് പറയാൻ പറ്റൂല അതല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ പിന്നെ തൽക്കാലം ഇനി അടുത്ത മാസം മുതൽ ഈ രീതിയിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോ തുടക്കത്തിലേ ഒന്നങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേരെയാണ്.